നമ്മുടെയൊക്കെ കുഞ്ഞുനാളുകളിൽ നാം ഒന്ന് വീഴുമ്പോൾ, അത് നിമിത്തം വേദനിക്കുമ്പോൾ, എന്തിനെയെങ്കിലും കണ്ട് പേടിക്കുകയോ ചെയ്യുമ്പോൾ നാം ഓടിച്ചെല്ലുന്ന ഒരിടമുണ്ട്. അത് നമ്മുടെ അമ്മയുടെ അടുത്തേക്കാണ്. കരഞ്ഞുകൂകി പേടിച്ചരണ്ടോടി വരുന്ന കുഞ്ഞിനെ ആ അമ്മ 2 കൈയും നീട്ടി കോരിയെടുത്ത് തൻ്റെ മാറോട് ചേർത്തണയ്ക്കുന്നു. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് വയ്ക്കുകയും മറ്റേ കൈകൊണ്ട് കുഞ്ഞിനെ തലോടി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരമ്മയുടെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നുണ്ട്. കരഞ്ഞലച്ചുകൊണ്ട് ഓടി വന്ന കുഞ്ഞ് അമ്മയുടെ മാർവിടത്തിൽ എത്തിക്കഴിയുമ്പോൾ, അമ്മയുടെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ കരച്ചിൽ നിർത്തുന്നു. മനുഷ്യജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടാകാം, വേദനകൾ സംഭവിക്കാം, പലതും കണ്ട് ഭയപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ നമുക്കെല്ലാവർക്കുമായി അതാത് സമയങ്ങളിൽ വന്ന് ആശ്വസിക്കപ്പെടേണ്ടതിന് ഒരു അഭയസ്ഥാനം തുറന്നു കിടക്കുകയാണ്. തിരുവചനം പറയുന്നു, യെശയ്യാപ്രവചനം 66 അധ്യായം 13 വാക്യം, As one whom his mother comforts, so I will comfort you. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിലും അധികമായി ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും കർത്താവ് നമ്മോട് പറയുന്നു, I will not forget you. ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകൻ അങ്ങ് ദൂരെ ഇരുന്ന് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. ദ കംഫർട്ടർ ലിവ്സ് ഇൻ അസ്. ആശ്വാസദായകൻ നമ്മിൽ തന്നെ വസിക്കുന്നുണ്ട്. കർത്താവാണത് പറഞ്ഞത്. I will pray to the Father and he shall give you another comforter that he may abide with you forever. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ മറ്റൊരു ആശ്വാസകനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നാം കേട്ടതായ ഒരു പാട്ടിൻ്റെ ചരണം, കേട്ടതായ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം, നാം വായിച്ചതായ വേദപുസ്തകത്തിലെ ഒരു ഭാഗം, നമ്മൾ എന്നേക്കുമായി അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ആശ്വാസകൻ എത്രയോ പ്രാവശ്യം നമ്മെ ഓർപ്പിച്ചുണർത്തി ആശ്വസിപ്പിച്ചിരിക്കുന്നു. നമുക്കിന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് വിശ്വസിക്കുവാൻ കഴിയുമോ? സർവാശ്വാസങ്ങളുടെയും ദൈവം എന്നിൽ എന്നേക്കുമായി വസിക്കുന്നുണ്ട്. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അല്ല, ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിലും അധികമായി എന്നിൽ അധിവസിക്കുന്ന ആശ്വാസകൻ എന്നെ ആശ്വസിപ്പിച്ചിരിക്കും. Have a blessed day.